ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി ഞാൻ വൈകി വരാതെ ശ്രദ്ധിച്ചോണം. നടക്കുന്ന കാര്യം പറ. രാത്രി സഞ്ചാരം നിനക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതിന്റെ കാരണം ഞാൻ പറയുന്നില്ല. സൂക്ഷിച്ച് സംസാരിക്കണം. വസുമതിയുടെ സപ്പോർട്ട് ഉണ്ടെന്ന് കരുതി വായി തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ അനിയത്തി എന്നുള്ള കാര്യം ഞാൻ മറക്കും. ഇന്ന് അയാളോടൊന്ന് ചോദിക്കണ്ട, നാളെ സംസാരിക്കാം. അത് ശരിയാണ്. എന്താണ് സംഭവിക്കണമെന്നറിയാതെ അവൻ കുറച്ച് ടെൻഷൻ ആവട്ടെ. അതെ, നമുക്ക് നോക്കാം. ഇവനെ കിട്ടിയെന്ന് വെച്ച് നമുക്ക് എല്ലാ പഴുതും അടയ്ക്കാൻ പറ്റില്ല. ഒരുപാട് വെയിറ്റ് ചെയ്യുന്നതും ആപത്താ. നമുക്ക് ഉടനെ ഇറങ്ങണം. ഹലോ, എടാ, ആംബുലൻസ് ഡ്രൈവറെ പോലീസ് പൊക്കി. എത്രയും പെട്ടെന്നാണ് രക്ഷിച്ചേ പറ്റൂ. വാട്ട്? അപ്പോ അവരെങ്ങനെ അയാളെ കണ്ടുപിടിച്ചു? അതൊന്നും എനിക്കറിയില്ല. എത്രയും പെട്ടെന്നാണ് രക്ഷിക്കണം. അല്ലെങ്കിൽ എല്ലാം തീരും. നീ അടക്കം എല്ലാവരും കുടുങ്ങും. നിന്റെ മുഖംമൂടി എല്ലാവരും തിരിച്ചറിയും. എത്രയും പെട്ടെന്ന് എന്താന്ന് വെച്ചാൽ വേണ്ടത് ചെയ്യേ. അല്ല ഞാൻ ഹലോ ഹലോ എനിക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളുടെ ഹെൽപ്പ് വേണമായിരുന്നു. ഇപ്പോ കിരണിനോട് മോള് പറഞ്ഞത് കുറച്ചു കൂടിപ്പോയി. എല്ലാരെയും മുന്നിൽ വെച്ച് അങ്ങനെ പറയണ്ടായിരുന്നു. മനഃപൂർവ്വം പറഞ്ഞതല്ല, അപ്പോഴത്തെ സിറ്റുവേഷനിൽ പറഞ്ഞു പോയതാ. അത് എനിക്ക് മനസ്സിലാവും. പക്ഷേ കിരണിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോ അവനത് ബോധ്യപ്പെടണമെന്നില്ല. കിരൺ ദുർഗയെ എതിർത്തത് ഒരിക്കലും മറ്റൊരു കാര്യം കൊണ്ടല്ല. അതിന്റെ കാരണം ദുർഗയോടുള്ള സ്നേഹം മാത്രമാണ്. അതുപോലുള്ള അപകടം പിടിച്ച ഒരു സ്ഥലത്തേക്ക് ദുർഗയെ വിടാനുള്ള അയാളുടെ മടി. അതെനിക്കറിയാം കുട്ടേട്ട. പക്ഷെ എനിക്ക് എന്റെ ലക്ഷ്യങ്ങളാ വലുത്. കിരൺ എനിക്ക് നല്ലൊരു ഫ്രണ്ടാ. അപ്പൊ കിരൺ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച പോലെ തോന്നി. അപ്പോഴത്തെ ദേഷ്യത്തില് ഞാൻ എന്തോ പറഞ്ഞുപോയി. കഴിഞ്ഞത് കഴിഞ്ഞു. അതിന് രണ്ടുപേരും മനസ്സിൽ നിന്ന് കളയണം. നിങ്ങൾ രണ്ടുപേരും പരസ്പരം സപ്പോർട്ടായി ഒരുമിച്ച് നിൽക്കുന്നത് കാണാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. എനിക്ക് കിരണിനോട് ഒരു ദേഷ്യവും പിണക്കവും ഇല്ല. ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചതുവാ. പക്ഷെ കിരൺ ഒഴിഞ്ഞു മാറുന്നത്. മോളത് കാര്യമാക്കണ്ട. സ്നേഹക്കൂടുതലുള്ള സ്ഥലത്താണ് പെട്ടെന്ന് പിണക്കങ്ങൾ ഉണ്ടാവുന്നത്. കിരണിന്റെ മനസ്സ് മനസ്സിലാക്കി മോള് മുൻകൈ എടുത്ത് സംസാരിക്കണം. വഴക്കും പിണക്കങ്ങളും നീട്ടിക്കൊണ്ടു പോകാതിരിക്കുന്നതാണ് നല്ലത്. എന്നെക്കാളും കാര്യപ്രാപ്തി മോക്കുണ്ട്. ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. ഒരു കാര്യം മറക്കണ്ട, കിരൺ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ മാത്രമല്ല, മോളുടെ നല്ലൊരു സുഹൃത്തും കൂടെയാണ്. ആ സ്നേഹത്തിൽ ഒരു കുറവും വരരുത്. അമ്മ എന്താ ഈ വെരുകിനെ പോലെ പാഞ്ഞു നടക്കുന്നത്? ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. ആരെയും നോക്കുന്ന പോലെ ഉണ്ടല്ലോ. ഗിരിജേ, നീ നിന്റെ കാര്യം നോക്കിപ്പോ. വെറുതെ എന്റെ പിറകെ നടന്ന് വഴക്കുണ്ടാക്കാൻ നോക്കണ്ട. എന്റെ അമ്മേ, അമ്മ നോക്കുന്നത് ദുർഗയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പുന്നാര കൊച്ചുമോള് പാതിരാത്രി ആയിട്ടും വീട്ടിൽ കയറാത്തതിന്റെ ടെൻഷനല്ലേ ഈ കാണിക്കുന്നത്? ദുർഗ താമസിക്കുന്നുണ്ടെങ്കിലേ അതിന് അതിന്റേതായ കാരണങ്ങൾ ഉണ്ടാകും. അതിന് നീ ഇടപെടണ്ട. അവൾ ഈ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ ഞാൻ ഇടപെടും. അല്ലെങ്കിൽ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. വന്നല്ലോ. ഓ ഈശ്വരാ, എവിടെയായിരുന്നടി ഇതുവരെ? ഇന്നും നിനക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നോ? അതല്ല ഗിരിജ, വരണ വഴിക്ക് വണ്ടി കംപ്ലൈന്റ് ആയി. പിന്നെ ഇതിനെയും കെട്ടിവലിച്ച് വർഷാപ്പിൽ കൊണ്ടുപോയി നന്നാക്കിയിട്ടാ വരുന്നത്. അതാ ലേറ്റായത്. ഓ, ഇന്ന് പുതിയ കാര്യം കിട്ടിയല്ലോ. എന്നടി മിണ്ടാത്തത്? നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അപ്പച്ചി, അത് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന്റെ പുറകെ നീയും പോയല്ലേ? ഞാൻ സ്കൂളിൽ പോയതാ അപ്പച്ചി. പാതിരാത്രി വരെയാണോ നിന്റെ സ്കൂള്? ഇത്രയും നാൾ ആ ചെറുക്കന്റെ കൂടെ ആയിരുന്നു കറക്കം. ഇപ്പതേ പുതിയ ആളെ കിട്ടി. ഗിരിജ, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. ദുർഗ എന്റെ മോളെ പോലെയാണ്. പിന്നെ അവളെ സുരക്ഷിതമായി വീട്ടിൽ എത്തിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ആ പറഞ്ഞതിൽ എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ
ഇവളെ പറഞ്ഞ് തിരുത്തുകയാ വേണ്ടത്, അല്ലാതെ അതിന് കുട പിടിക്കല്ല വേണ്ടത്. ഗിരിജ, നീ നിന്റെ കാര്യം നോക്ക്. ദുർഗയുടെ കാര്യം അന്വേഷിക്കാൻ ഞങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ട്. ഓ, നിങ്ങൾ ഉണ്ടായിട്ട് എന്താ കാര്യം? അമ്മ ഇവിടെ തനിച്ചാണെന്ന് അറിഞ്ഞിട്ടല്ലേ ഇവള് സ്കൂളിൽ പോയത്. എന്നിട്ട് വരുന്ന സമയം കണ്ടില്ലേ? അമ്മ എങ്ങനെ തനിച്ചാവും? ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്നു മുതൽ അമ്മയുടെ സ്നേഹം കൂടിയത്? ഇത് ദുർഗ വെറുതെ കുറ്റം പറയാൻ വേണ്ടി ഓരോ റീസൺ ഉണ്ടാക്കുന്നതല്ലേ? എന്റെ പേരിൽ നിങ്ങൾ പരസ്പരം വഴക്കുണ്ടാക്കല്ലേ. ഇനി ഞാൻ വൈകി വരാതെ ശ്രദ്ധിച്ചോളാം. നടക്കുന്ന കാര്യം പറ. രാത്രി സഞ്ചാരം നിനക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതിന്റെ കാരണം ഞാൻ പറയുന്നില്ല. ദേ, സൂക്ഷിച്ച് സംസാരിക്കണം. വസുമതിയുടെ സപ്പോർട്ട് ഉണ്ടെന്ന് കരുതി വായി തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ അനിയത്തി എന്നുള്ള കാര്യം ഞാൻ മറക്കും. ഇപ്പോഴെങ്കിലും നിന്റെ നാവൊന്ന് അനങ്ങിയല്ലോ. പണ്ട് മുതലേ ഇങ്ങനെ നിന്നിരുന്നെങ്കിൽ ദുർഗയെ ആരും ഇങ്ങനെ കൊത്തി വലിക്കില്ലായിരുന്നു. അതെ, ഇനിയെങ്കിലും ചേട്ടൻ ദുർഗയ്ക്ക് വേണ്ടി സംസാരിക്കണം. ദുർഗയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഇപ്പൊ ആള് കൂടി വരുവാണല്ലോ. ഗിരിജ, നിന്റെ ആവശ്യം ഇവിടെ കഴിഞ്ഞു. പൊക്കോ, ചെല്ലേ. ചെറിയമ്മയെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ അച്ഛനൊന്നും പറയുകയോ ചെയ്യോ വേണ്ട. എനിക്ക് വഴക്ക് കേൾക്കുന്ന ഒന്നും ഒരു പ്രശ്നമല്ല. എനിക്കിപ്പോ എല്ലാ ശീലോ. മതി, മോള് പോയി ഫ്രഷ് ആവും. ചെല്ലേ കുട്ടാ, ചെല്ലേ.